ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 8ാമത്തെ പാഠഭാഗമായ ചലനം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതും എന്തൊക്കെയാണ് ഇതിലെ പ്രവർത്തനങ്ങൾ എന്നും നമുക്ക് നോക്കാം. ഓക്കെ, ചലനം നിത്യജീവിതത്തിൽ എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണുന്നുണ്ട് അല്ലേ. നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടതാണ് തന്നിട്ടുള്ളത്. പാർക്കുകളിൽ പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. പാർക്കുകളിൽ പലതരം റൈഡുകൾ കാണാറില്ലേ? അത്തരമൊരു പാർക്കിലെ വിവിധ റൈഡുകളാണ് ചിത്രത്തിലുള്ളത്. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്? ഇവിടെ ഉള്ളത് എന്തൊക്കെയാണ്? ഒന്ന്, ജെയിൻറ്റ് വീൽ അല്ലേ, അതുപോലെ തന്നെ ഡാഷിംഗ് കാറ്, ഇതാണ് ഡാഷിംഗ് കാറ്, ട്രെയിൻ റേസ്, മെറിഗോ റൗണ്ട്, ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇത്തരം റൈഡുകളിൽ നിങ്ങൾ കയറിയിട്ടുണ്ടോ? ഓരോ റൈഡും തമ്മിൽ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ടല്ലേ. എല്ലാം ഒരേപോലെയല്ല, ഓരോ റൈഡും ഓരോ തരത്തിൽ ഉള്ളതാണ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ജെയിൻറ്റ് വീലിലാണ് നിങ്ങൾ ഉള്ളതെന്ന് സങ്കല്പിക്കാം. നിങ്ങളുടെ സുഹൃത്തും കൂടെയുണ്ട്. ജെയിൻറ്റ് വീൽ കറങ്ങുമ്പോൾ നിങ്ങളും കൂടെ ചലിക്കുന്നില്ലേ? ഇതുപോലെയാണോ ട്രെയിന് റൈഡിൽ കയറുന്നവരും ചലിക്കുന്നത്? ഇപ്പോൾ ജെയിൻറ്റ് വീലിൽ കയറുമ്പോൾ നമ്മൾ അവിടെ ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലേ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോകുമ്പോൾ. പക്ഷെ ട്രെയിനിൽ കയറുമ്പോൾ ട്രെയിനാണ് ചലിക്കുന്നത്, നമ്മൾ അവിടെ ചലിക്കുന്നില്ല. ട്രെയിനിൻ്റെ ഒപ്പം നമ്മൾ പോകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡാഷിംഗ് കാറുകളിൽ ഇരിക്കുന്നവർ എങ്ങനെയെല്ലാം ചലിക്കുന്നു? ഇതൊന്നുമല്ലാതെ ധാരാളം ചലനങ്ങൾ ചുറ്റുമില്ലേ? നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ചില ചലനങ്ങൾ എഴുതുന്നു. അപ്പോൾ നമുക്ക് ചുറ്റുപാടും ഇത്തരത്തിലുള്ള ഒരുപാട് ചലനങ്ങൾ നടക്കുന്നുണ്ട്. ഇലകൾ ചലിക്കുന്നു, ആളുകൾ നടക്കുന്നു, പക്ഷികൾ പറക്കുന്നു, കുട്ടികൾ കളിക്കുന്നു അല്ലേ. ഇതൊക്കെ എന്താണ്? അവിടെ ചലനം തന്നെയാണ് നടക്കുന്നത്. ഇവയെല്ലാം ചലിക്കുന്നു എന്ന് പറയാൻ കാരണം എന്ത്? കാരണം എന്താണ്? അവർ നിന്ന സ്ഥലത്ത് നിന്ന് മാറുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു വസ്തു ചലിക്കുമ്പോൾ അത് ആദ്യം നിൽക്കുന്ന സ്ഥാനവും അല്പസമയം കഴിഞ്ഞുള്ള സ്ഥാനവും വ്യത്യാസപ്പെടുന്നില്ലേ? അതുപോലെ പറന്നുയരുന്ന പക്ഷിയുടെ 3 സ്ഥാനങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ചിത്രം നിരീക്ഷിക്കുക. പക്ഷിയുടെ സ്ഥാനത്തിന് മാറ്റം ഉണ്ടായിട്ടില്ലേ? ഇതിന്റെ അടിസ്ഥാനത്തിൽ ചലനം എന്താണെന്ന് പറയാം. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് പക്ഷി ഇവിടെയായിരുന്നു അല്ലെ, പിന്നെ പക്ഷി മരത്തിന്റെ അടുത്തായി, പിന്നെ മരത്തിന് മുകളിലാണ്, പക്ഷെ മരത്തിൽ നിന്നും അകലെയുമാണ്. അപ്പോൾ ഇതിന്റെ ഈ ഒരു വ്യത്യാസം കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് പക്ഷി ചലിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ചലനം എന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിന്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റമാണ് ചലനം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വസ്തുവിന്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റമാണ് ചലനം. നിങ്ങൾ നിരീക്ഷിച്ച ചലനങ്ങളിലെല്ലാം വസ്തുവിന് മാറ്റം സംഭവിക്കുന്നില്ലേ? നിങ്ങളുടെ ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളും ചലിക്കുന്നുണ്ടോ? എല്ലാതും ചലിക്കുന്നുണ്ടോ? നമ്മുടെ വീട് ചലിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ്? ചലിക്കാത്ത വസ്തുക്കളും നമുക്ക് ചുറ്റുമുണ്ട്. എന്തൊക്കെയുണ്ട്? കെട്ടിടങ്ങൾ, ഫർണിച്ചറുകൾ, പർവ്വതങ്ങൾ, ഇതൊന്നും ചലിക്കുന്നില്ല. ഇതൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. എന്തുകൊണ്ടാണ് ഇവ ചലിക്കുന്നില്ല എന്ന് പറയുന്നത്? കാരണം അതിൻ്റെ സ്ഥാനത്തിൽ മാറ്റം വരുന്നില്ല, അഥവാ നിശ്ചലാവസ്ഥയിലാണ് അത് ഉള്ളത്. അപ്പോൾ ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കാത്ത അവസ്ഥയാണ് നിശ്ചലാവസ്ഥ, അഥവാ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കാത്ത അവസ്ഥയാണ്. ഇനി ഇവിടെ താഴെ നോക്കൂ, ഇതെന്താണ്? ജെയിൻറ്റ് വീലാണ് അല്ലേ. അപ്പോൾ ജെയിൻറ്റ് വീല് കറങ്ങുമ്പോൾ എൻ്റെ സുഹൃത്ത് എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, സ്ഥാനം മാറുന്നുമില്ല, അപ്പോൾ ഞങ്ങൾ ചലിക്കുന്നില്ലേ എന്നാണ് ഒരു കുട്ടി ഈ ജെയിൻറ്റ് വീലിലുള്ള ഒരു കുട്ടി ആലോചിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ കുട്ടി പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും ചലിക്കുന്നത് അതിൽ എനിക്ക് കാണാമല്ലോ, സ്ഥാനം മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ യഥാർത്ഥത്തിൽ ഇവരല്ല ചലിക്കുന്നത്, ആ ജെയിൻറ്റ് വീലാണ് ചലിക്കുന്നത് അല്ലെ. അവരിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് അവരിപ്പോഴുള്ളത്, പക്ഷെ ജെയിൻറ്റ് വീലാണ് അവിടെ ചലിക്കുന്നത്. രണ്ടുപേരും പറഞ്ഞത് കേട്ടില്ലേ? ജെയിൻറ്റ് വീലിലെ കുട്ടികൾ ചലിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശരിക്കും ചലിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. ജെയിൻറ്റ് വീലിലിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ഒപ്പം ഇരിക്കുന്ന സുഹൃത്തിന് സ്ഥാനമാറ്റം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ പുറത്ത് നിന്ന് നോക്കുന്ന നമുക്ക് എന്ത് തോന്നും? അവർ ചലിക്കുന്നുണ്ട് എന്നുള്ളത്, പക്ഷെ യഥാർത്ഥത്തിൽ അവർ ചലിക്കുന്നില്ല. അപ്പോൾ ഒരു വസ്തു ചലനത്തിനാണോ അല്ലയോ എന്ന് പറയുന്നത് മറ്റൊന്നിനെ ആസ്പദമാക്കിയാണ് അല്ലെ. ജെയിൻറ്റ് വീലിലിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ഒപ്പം ഇരിക്കുന്ന സുഹൃത്തിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല. എന്നാൽ താഴെ നിൽക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ജെയിൻറ്റ് വീലിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ അവലംബക വസ്തു അഥവാ റഫറൻസ് ബോഡി എന്ന് പറയുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ചലനം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തെയോ മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കൂ. ഇതിനായി ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുവാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. അപ്പോൾ അവലംബക വസ്തുവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ.
ഇവിടെ നോക്കൂ, ഇതെന്താണ്? സ്കൂളിലെ കായികമേളയാണ് അല്ലേ? അപ്പോൾ സ്കൂളിലെ കായികമേളയുടെ ചിത്രം ശ്രദ്ധിക്കൂ. ചിത്രം നിരീക്ഷിച്ച് താഴെ കൊടുത്ത പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഗാലറിയിൽ ഇരിക്കുന്ന കുട്ടി, അപ്പോൾ അവിടെ എന്താണ്? അവിടെ ചലിക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഇല്ല. എന്താണ്? കാരണം അവിടെ ഗാലറി അപേക്ഷിച്ച് സ്ഥാനം മാറുന്നില്ല. അപ്പോൾ ഗാലറിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? അവിടെ സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല. ഇനി ഓടുന്ന കുട്ടികളാണെങ്കിൽ ഓടുന്ന കുട്ടി എന്താണ്? ചലനം ഉണ്ട്. അപ്പോൾ ഗാലറിയിൽ ഇരിക്കുന്ന കുട്ടികളെ അപേക്ഷിച്ച് മറ്റു കുട്ടികൾ ചലിക്കുന്നുണ്ട് അല്ലേ? ഗാലറിയിൽ ഇരിക്കുമ്പോൾ ആ കുട്ടി ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അവിടെ കുട്ടികൾ ചലിക്കുന്നുണ്ട്. ഇനി ഗാലറിക്ക് സമീപം നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവിടെ ചലനമുണ്ടോ? ഇല്ല. പക്ഷേ ഗാലറി ഗ്രൗണ്ടിൽ നിൽക്കുന്ന കുട്ടി മാറുന്നില്ല. അടുത്തത് ഓടുന്ന കുട്ടികളാണ്. ഓടുന്ന കുട്ടികൾ എന്ന് പറയുന്ന അവിടെ ചലനം സംഭവിക്കുന്നുണ്ട്. മരത്തെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു മരം എന്നത് അവലംബക വസ്തുവാകുമ്പോൾ മരത്തെ അപേക്ഷിച്ച് അവിടെ എന്താണ്? കുട്ടി ചലിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പട്ടിക വിശകലനം ചെയ്യൂ. ചലിക്കുന്നവർ ആരെല്ലാമാണ്? എന്തിനെ ആധാരമാക്കിയാണ് അവർ ചലനത്തിനാണ് എന്ന് കണ്ടെത്തുക. അപ്പോൾ ഇവിടെ ഒരു സ്ഥാനത്തെ ആധാരമാക്കിയാണ് ഒരു വസ്തു ചലിക്കുന്നതെന്നും ഒരു നിശ്ചിത വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ? അപ്പോൾ കുട്ടികൾ ചലിച്ചു എന്ന് നാം പറയുന്നത് അവർക്ക് സംഭവിക്കുന്ന സ്ഥാനമാറ്റത്തെ അടിസ്ഥാനമാക്കിയാണ്. ഇനി നിത്യജീവിതത്തിൽ ചലിക്കുന്ന വസ്തുക്കളെയും നിശ്ചല വസ്തുക്കളെയും നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഒരുപാട് വസ്തുക്കൾ നമുക്ക് ചുറ്റും ചലിക്കുന്നവയുണ്ട്, ചിലതെന്താണ്? ചലിക്കാത്തവയുമുണ്ട്. അപ്പോൾ ചലിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? ജലാശയത്തിൽ നീന്തുന്ന മീന്, റോഡിലൂടെ നീങ്ങുന്ന കാറ്, ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾ, ഊഞ്ഞാലാടുന്ന കുട്ടികൾ, ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികൾ. ഇതൊക്കെ ചലിക്കുന്ന വസ്തുക്കളാണ്. അവിടെയൊക്കെ അതിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. ഈ നിശ്ചല വസ്തുക്കൾ നമുക്ക് എന്തൊക്കെ എഴുതാം? വീട്, പാറ, ഇരിക്കുന്ന കുട്ടി, ബ്ലാക്ക് ബോർഡ്, ഫർണിച്ചറുകൾ. ഇതൊക്കെ നിശ്ചല വസ്തുക്കളാണ്, അഥവാ അവിടെ തന്നെ ഇരിക്കുകയാണ്, അതിനൊന്നും മാറ്റം സംഭവിക്കുന്നില്ല. ഇനി ചലിക്കുന്ന വസ്തുക്കൾ ഓരോന്നും ചലിക്കുന്നവയാണെന്ന് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ പറയുന്നത്? എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? അതിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നത് അടിസ്ഥാനമാക്കിയാണ്. നിശ്ചല വസ്തുക്കൾ ചലിക്കുന്നില്ല എന്ന് പറയുന്നതും അതിൻ്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി തന്നെയാണ്. ഇനി ചലനം, സർവത്ര ചലനം എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്കായിട്ട് പറയുന്നത്. ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ തുടങ്ങി പ്രപഞ്ചത്തിൽ എല്ലാം അനുനിമിഷം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ ഈ ചലനത്തെ ആധാരമാക്കിയാണ്. ഭൂമിയിൽ നിശ്ചലമാണെന്ന് കരുതുന്ന എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നുണ്ടല്ലോ അല്ലേ? ചലിക്കുന്നുണ്ട്. അപ്പൊ ചലനം മറ്റൊരു വസ്തുവിനെ അവലംബകമാക്കി മാത്രമേ പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ അവലംബകം മാറാൻ നിശ്ചലമാണെന്ന് തോന്നുന്ന പല വസ്തുക്കളും ചലനത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഭൂമിയെ അടിസ്ഥാനമാക്കി ചില വസ്തുക്കൾ നിശ്ചലമാണെന്ന് നാം മനസ്സിലാക്കി അല്ലേ? ഇപ്പൊ പർവ്വതങ്ങൾ അല്ലെ, വീട്, ഇതൊക്കെ എന്താണ്? നിശ്ചലമാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ സൂര്യനെയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളെയും അടിസ്ഥാനമാക്കി ഭൂമിയും അതിലെ എല്ലാ വസ്തുക്കളും എന്താണ്? ചലനത്തിനാണ്. കാരണം ഭൂമിക്ക് ഭ്രമണമുണ്ട് അല്ലെ? അപ്പൊ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അവിടെ എന്താണ്? വീടും കെട്ടിടങ്ങളും പർവ്വതങ്ങളും ഒക്കെ കറങ്ങുന്നുണ്ടെന്ന് നമ്മൾ സൂര്യനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ സൗരയൂഥത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. അപ്പൊ സ്കൂളും മരങ്ങളും ഒന്നും ചലിക്കുന്നില്ലല്ലോ, സ്കൂളും മരങ്ങളും ഒക്കെ ചലിക്കുന്നുണ്ടല്ലോ എന്ന് നമുക്ക് പുറമെ നിന്ന് ആകാശത്തിന്റെ പുറത്ത് സ്പേസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചലനങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. അവയുടെ ചലനങ്ങളെല്ലാം ഒരേപോലെയാണോ? എല്ലാവരും ഒരേപോലെയാണോ ചലിക്കുന്നത്? അല്ല. ഇപ്പോൾ തവള സഞ്ചരിക്കുന്നത് പോലെയാണോ അരണ സഞ്ചരിക്കുന്നത്? അല്ല. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സഞ്ചാര ദിശയാണുള്ളത്. വീട്ടിൽ പൂച്ചയും നായയും കന്നുകാലികളും വിശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? വിശ്രമിക്കുമ്പോഴും അവയുടെ ശരീരഭാഗങ്ങൾ പലതും ചലിക്കുന്നില്ലേ? അവ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ചലനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്താണ് അവരുടെ ചലനം എന്ന് പറയുന്നത്? അതിനനുസരിച്ചിട്ടാണ്. അവർ ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി വളരെ ക്ലിയർ ആയിട്ട് പറ്റും. ഇപ്പോൾ എല്ലാവരും അല്പനേരം കണ്ണടച്ച് നിശബ്ദരായിരുന്ന് സ്വന്തം ശരീരത്തിനുള്ളിൽ നടക്കുന്ന ചലനങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങൾ തിരിച്ചറിഞ്ഞ ചലനങ്ങൾ ഏതെല്ലാമാണ്? ശരീരത്തിൽ നടക്കുന്ന മറ്റു ചലനങ്ങൾ ഏതൊക്കെയാണെന്ന് പട്ടികപ്പെടുത്തണം. ഇപ്പോൾ ഹൃദയത്തിൽ നടക്കുന്ന ചലനം ഏതാണ്? ഹൃദയമിടിപ്പാണ്. ശ്വാസകോശത്തിലാണെങ്കിൽ ശ്വസനമാണ്. കണ്ണുകൾ നോക്കൂ, അവിടെ എന്താണ്? കൺപോളകളുടെ ചലനം നടക്കുന്നുണ്ട്. ആമാശയമാണെങ്കിൽ പേശിയുടെ ചലനം നടക്കുന്നുണ്ട്. കുടലാണെങ്കിൽ പെരിസ്റ്റാൾസിസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ നടക്കുന്ന ചലനങ്ങളാണ്. ഓക്കെ. ഇനി ജീവന്റെ നിലനിൽപ്പ് തന്നെ താളാത്മകമായ വിവിധ ചലനങ്ങളുടെ ഏകോപനത്തിലൂടെയാണ് സംഭവിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് വിവിധ തരം ചലനങ്ങൾ എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്.
ഇവിടെ ചിത്രം നിരീക്ഷിക്കൂ. പാർക്കിൽ കുട്ടികൾ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ചലനങ്ങൾ ഒരേപോലെയാണോ? എല്ലാ കുട്ടികളും ഒരേ രീതിയിലാണോ ചലിക്കുന്നത്? ഇവിടെ ഊഞ്ഞാലാടുന്ന പോലെയാണോ സീസോല് കളിക്കുന്നത്? അല്ല, എല്ലാത്തിനും അതിൻ്റെതായ വ്യത്യാസമുണ്ട് അല്ലേ. ഓരോ ഉപകരണത്തിലും ഏതു തരം ചലനമാണ് നടക്കുന്നത് എന്ന് പട്ടിക പൂരിപ്പിക്കുക. ഇപ്പൊ ഊഞ്ഞാലിൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയാണല്ലോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചലനമാണ് ഊഞ്ഞാലിൽ നടക്കുന്നത്. കറങ്ങുന്ന ഡിസ്കിലാണെങ്കിൽ വൃത്താകൃതിയിലുള്ള ചലനമാണ്. സ്ലൈഡർ ആണെങ്കിൽ നേർരേഖയിലാണ്. സീസോ ആണെങ്കിൽ ഉയർന്നും താഴ്ന്നുമാണ്. ഓക്കെ, അപ്പോൾ ഓരോന്നിലും ഓരോ രീതിയിലാണ് ചലനം സംഭവിക്കുന്നത്. ഇനി ചെയ്യാൻ പഠിക്കാം എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. അടുത്തതൊരു പരീക്ഷണമാണ്. അപ്പോൾ വിവിധതരം ചലനങ്ങളുടെ സവിശേഷതകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ചില പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാം. പരീക്ഷണം 1 ചലനം നേർരേഖയിലാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബലൂൺ വണ്ടിയാണ് അതിൻ്റെ പേര്. ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ ട്രെയിന്, സ്ട്രോ, സെല്ലോ ടേപ്പ്, ബലൂണ്. 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സ്ട്രോ ട്രെയിനിൽ കോർത്തെടുക്കുക. ട്രെയിനിൻ്റെ ഓരോ അഗ്രവും ഒരേ ഉയരത്തിൽ ക്ലാസ്സിൽ സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ വലിച്ചു കെട്ടുക. വീർപ്പിച്ച ബലൂൺ സ്ട്രോയിൽ ട്രെയിനിന് സമാന്തരമായി ഒട്ടിക്കുക. ബലൂണിൻ്റെ കെട്ടഴിച്ച് വിടുക. എന്താണ് കാണുന്നത് എന്നാണ് ചോദിക്കുന്നത്. അവിടെ എന്താണ്? ബലൂൺ ഒരൊറ്റ പോക്ക് പോകുന്നത് കാണാമല്ലേ. എങ്ങോട്ടാണ് ബലൂൺ പോവുക? ബലൂൺ നേർരേഖയിലാണ് ചലിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബലൂൺ നേർരേഖയിൽ ചലിക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് നേർരേഖാ ചലനം അല്ലെങ്കിൽ ലൈനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ചലനമാണ് നേർരേഖാ ചലനം എന്ന് പറയുന്നത്. നിങ്ങൾ നിത്യേന കാണുന്ന ചലനങ്ങൾ നേർരേഖാ ചലനങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തുക. ഇപ്പോൾ ഒരു ലിഫ്റ്റിൻ്റെ ചലനം എന്ന് പറയുന്നത് നേർരേഖയിലാണ്. മുകളിലേക്ക് കുതിക്കുന്ന റോക്കറ്റ്, ട്രാക്കുകളിലൂടെ നീങ്ങുന്ന ട്രെയിൻ, ഇതൊക്കെ നേർരേഖാ ചലനങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തത് പരീക്ഷണം 2 ആണ്. ചലനം സ്വന്തം അക്ഷത്തിലാണ് നടക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാമഗ്രികൾ ഐസ്ക്രീം ബോള്, കൂർപ്പിച്ച ചെറിയ പെൻസിൽ, ഇത് രണ്ടും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഐസ്ക്രീം ബോളിൻ്റെ അടപ്പിലും താഴെയുമായി ചിത്രത്തിൽ കാണുന്നത് പോലെ ദ്വാരമുണ്ടാക്കി ഒരു കൂർപ്പിച്ച പെൻസിൽ അതിലൂടെ കടത്തിവെച്ച ശേഷം മുറുക്കി അടക്കുക. പെൻസിലിൻ്റെ അഗ്രം നിലത്തുവെച്ച് കറക്കി നോക്കൂ. ഐസ്ക്രീം ബോളിൻ്റെ ചലനം ഏത് രീതിയിലുള്ളതാണ്? നിരീക്ഷണങ്ങൾ ചർച്ച ചെയ്യൂ. സ്വന്തം അക്ഷത്തെ ആധാരമാക്കിയും ചലനങ്ങൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ പെൻസിലിൻ്റെ അഗ്രം തറയിൽ ഉറച്ചു നിൽക്കുമ്പോൾ പന്ത് പെൻസിലിന് ചുറ്റും കറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. പന്ത് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതായിട്ടാണ് അവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ സ്വന്തം അക്ഷത്തെ ആധാരമാക്കി വസ്തുക്കൾ ചലിക്കുന്നതാണ് ഭ്രമണചലനം എന്ന് പറയുന്നത്, അഥവാ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. സ്വന്തം അക്ഷത്തെ ആധാരമാക്കി വസ്തുക്കൾ ചലിക്കുന്നതാണ് ഭ്രമണചലനം എന്ന് പറയുന്നത്. ദിനരാത്രങ്ങൾക്ക് കാരണമായ ഭൂമിയുടെ ചലനം ഭ്രമണമാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ുള്ളതാണ് ഭൂമി ചലിക്കുന്നത് ഭ്രമണത്തിലാണ് അല്ലേ. ഇനി അടുത്തത് 3ാമത്തെ പരീക്ഷണം, ചലനം വൃത്താകൃതിയിൽ നടക്കുന്നു എന്നുള്ളതാണ്. വീട്ടിലെ ക്ലോക്കിലെ സെക്കൻഡ് സൂചി ചലിക്കുന്നത് നിരീക്ഷിച്ചിട്ടില്ലേ. ഏത് വിധത്തിലാണ് അത് ചലിക്കുന്നത്? അത് വൃത്താകൃതിയിലാണ് അല്ലേ. അപ്പോൾ വാച്ചിലെ സെക്കൻഡ് സൂചിയോ അതും അങ്ങനെ തന്നെയാണ്. ഒരു ബിന്ദുവിന് ചുറ്റും വൃത്തപാതയിലല്ലേ സഞ്ചരിക്കുന്നത്. വൃത്തപാതയിലെ ചലനം നിരീക്ഷിക്കാൻ ഒരു പ്രവർത്തനം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ മര സ്കെയില്, ആണി, പെൻസില്, പേപ്പർ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി മര സ്കെയിലിൻ്റെ 2 അഗ്രങ്ങളിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ അകലത്തിൽ ഓരോ ചെറിയ ദ്വാരം ഇടുക. ഒരു ദ്വാരത്തിലൂടെ ആണി കടത്തി സ്കെയിലിന് യഥേഷ്ടം കറങ്ങാൻ പറ്റുന്ന വിധത്തിൽ മേശപ്പുറത്തുള്ള പേപ്പറിൽ ഉറപ്പിക്കാം. മറ്റേ അഗ്രത്തിലെ ദ്വാരത്തിലൂടെ ഒരു പെൻസിൽ കടത്തുക. പേപ്പറിൽ സ്കെയിൽ വൃത്താകൃതിയിൽ ചലിപ്പിച്ചു നോക്കൂ. ഇതുപോലെ നിങ്ങളുടെ കോമ്പസ് ഉപയോഗിച്ച് മറ്റൊരു പേപ്പറിൽ വൃത്തം വരച്ചു നോക്കൂ. ഈ 2 സന്ദർഭങ്ങളിലും പെൻസിൽ ചലിക്കുന്ന പാത ഒരു വൃത്തമായല്ലേ രൂപപ്പെട്ടത്. വൃത്താകൃതിയിലുള്ള പാതക്ക് വർത്തുള പാത എന്ന് പറയും. ജെയിൻ വീലിൽ ഇരിക്കുന്ന കുട്ടികളും വൃത്തപാതയിലാണ് സഞ്ചരിക്കുന്നത് അല്ലെ. ജെയിൻ വീൽ എങ്ങനെയാണ്? അതിനൊരു പോയിന്റ് ഉണ്ടായിരിക്കും, എന്നിട്ട് അത് ഇങ്ങനെ ഒരു വൃത്താകൃതിയിലാണ് സഞ്ചരിക്കുന്നത് അല്ലെ. ഇവിടെ ആയിരിക്കും പോയിന്റ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടാവും അല്ലെ. ഇവിടൊക്കെ ആയിരിക്കും കുട്ടികൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ ഒരു സഞ്ചാരം എന്ന് പറയുന്നത്. ഇതാണ് വർത്തുള ചലനം എന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടികൾ പാർക്കിൽ വൃത്താകൃതിയിൽ ചലിക്കുന്ന റൈഡുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതുക. നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒന്ന് മെരിഗോ റൗണ്ടിലെ കസേര, അതുപോലെ തന്നെ ജെയിൻ വീല്, കറങ്ങുന്ന ഡിസ്ക്, കറങ്ങുന്ന സ്ലിങ്ങുകൾ, ഇതൊക്കെ ഇത്തരത്തിൽ ഉള്ളതാണ്. അപ്പോൾ എന്താണ് വർത്തുള ചലനം അഥവാ സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെ വൃത്താകാരമായ പാതയിലുള്ള ചലനമാണ് വർത്തുള ചലനം എന്ന് പറയുന്നത്. ഇനി അടുത്തത്
ചുറ്റുപാടും നിരീക്ഷിച്ച് വർത്തുള ചലനത്തിന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ചരടിൽ കെട്ടിയ കല്ല് കറക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും? വൃത്താകൃതിയിലായിരിക്കും കറങ്ങുന്നത്. സൈക്കിളിൻ്റെ ചക്രത്തിലെ വാൾവ് ട്യൂബിൻ്റെ ചലനം അത്തരത്തിൽ ഉള്ളതാണ്. ഓക്കെ, ഇനി പരീക്ഷണം 4, ചലനം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഊഞ്ഞാലിൻ്റെ ചലനത്തിൻ്റെ സവിശേഷത എന്താണ്? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലേ പോകുന്നത്. ഇതിന് സമാനമായ ചലനം ക്ലാസ്സിൽ സൃഷ്ടിക്കാം. അതിന് ആണി, ടൊയിനി, കല്ല് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് കല്ലും ആണിയും ടൊയിനും ഉപയോഗിച്ച് ഊഞ്ഞാലിന് സമാനമായി ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഉപകരണം തയ്യാറാക്കി പ്രവർത്തിപ്പിക്കുക. നൂല് കെട്ടി തൂക്കിയിട്ടുള്ള കല്ല് നിശ്ചലമായി നിൽക്കുന്ന സ്ഥാനത്ത് തുലന സ്ഥാനം എന്ന് പറയുന്നു. ഓക്കെ, ഇതാണ് തുലന സ്ഥാനം എന്ന് പറയുന്നത്. ഇനി എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളൊന്ന് കറക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും അല്ലേ. അപ്പോൾ രണ്ട് സൈഡിലേക്കും ഒരേ അളവിൽ അത് പോകുന്നതാണ്. കല്ലിൻ്റെ ഇടതുവശത്തേക്കുള്ള ചലനം തുലന സ്ഥാനത്തെ ആസ്പദമാക്കിയാണല്ലോ. ഇത്തരം ചലനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇതിലെയാണ് ദോലനം എന്ന് പറയുന്നത്, അഥവാ ഓക്സിലേഷൻ എന്ന് പറയും. തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഒരു വസ്തു ഇരുവശങ്ങളിലേക്കും നടത്തുന്ന ചലനമാണ് ദോലനം എന്ന് പറയുന്നത്. ദോലന ചലനത്തിന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അഥവാ ക്ലോക്കിൻ്റെ, പെൻഡുലത്തിൻ്റെ ചലനം, അതുപോലെ സീസോയുടെ ചലനം, ഊഞ്ഞാലിൻ്റെ, തൂക്കുവിളക്കിൻ്റെ, ഇതൊക്കെ ഇത്തരത്തിൽ ഉള്ളതാണ്. ഇനി ദോലനത്തിൻ്റെ വസ്തു തുലന സ്ഥാനത്തെ ആധാരമാക്കി വേഗത്തിൽ ചലിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് അതിനുവേണ്ടി അടുത്തൊരു പരീക്ഷണം നമുക്ക് ചെയ്യാം. സ്റ്റീൽ സ്കെയില്, ട്യൂണിംഗ് ഫോർക്ക്, റബ്ബർ, ഹാമർ, റബ്ബർ ബാൻഡ് ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ട്യൂണിംഗ് ഫോർക്ക് എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്നത്. ഇനി ഒന്ന്, സ്റ്റീൽ സ്കെയിലിൻ്റെ ഒരു അഗ്രം മേശപ്പുറത്ത് അമർത്തി പിടിക്കുക, മറ്റേ അഗ്രം താഴെ അമർത്തി പിടിക്കുക, സ്കെയിലിൻ്റെ ചലനം നിരീക്ഷിക്കുക. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കൂട്ടുകാരോടൊത്ത് റബ്ബർ ബാൻഡ് വലിച്ചു പിടിച്ച് നടുവിൽ തട്ടുക, റബ്ബർ ബാൻഡിൻ്റെ ചലനം നിരീക്ഷിക്കുക. ഓക്കെ, സ്കൂളിൻ്റെ ശാസ്ത്ര ലാബിലുള്ള ട്യൂണിംഗ് ഫോർക്ക് എടുക്കുക, ഒരു ഭുജത്തിൽ റബ്ബർ ഹാമർ കൊണ്ട് അടിക്കുക, ഭുജത്തിൻ്റെ ചലനം നിരീക്ഷിക്കുക, നിങ്ങൾ നിരീക്ഷിച്ച ചലനങ്ങളുടെ സവിശേഷതകൾ എഴുതുക. അപ്പോൾ ഇവിടെ 3 പ്രവർത്തനങ്ങളിലും വേഗത കൂടിയ ചലനങ്ങൾ കാണാൻ വേണ്ടി പറ്റും. മാത്രമല്ല ദോലനത്തിന് വേഗം കൂടിയപ്പോൾ ശബ്ദമുണ്ടാകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ദ്രുതഗതിയിലുള്ള ദോലനമാണ് കമ്പനം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ കമ്പനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് വൈബ്രേഷൻ. അപ്പോൾ എന്താണ് വൈബ്രേഷൻ? ദ്രുതഗതിയിലുള്ള ദോലനമാണ് വൈബ്രേഷൻ അല്ലെങ്കിൽ കമ്പനം എന്ന് പറയുന്നത്. ഇനി എന്താണ് ശബ്ദവും കമ്പനവും എന്ന് നമുക്ക് നോക്കാം. കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ഏത് ശബ്ദം ഉണ്ടാകുമ്പോഴും അതിന് കാരണമായി ഏതെങ്കിലും ഒരു വസ്തു കമ്പനം ചെയ്യുന്നുണ്ട്. നമ്മുടെ തൊണ്ടയിലെ സ്വനപേടകത്തിലെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുന്നത് മൂലമാണ് നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യിച്ച് ചെവിയുടെ അടുത്ത് പിടിച്ചാൽ നമുക്ക് ഒരു ശബ്ദം കേൾക്കാൻ കഴിയും. വലിച്ചു കെട്ടിയ കമ്പികൾ വ്യത്യസ്ത രീതിയിൽ കമ്പനം ചെയ്യിച്ചാണ് വീണ, വയലിൻ തുടങ്ങിയവയിൽ സംഗീതം ഉണ്ടാവുന്നത്. ചെണ്ട പോലുള്ള വാദ്യങ്ങളിൽ ഡയഫ്രമാണ് കമ്പനം ചെയ്യുന്നത്. ഓടക്കുഴൽ, ഹാർമോണിയം എന്നിവയിൽ വായുവാണ് കമ്പനം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കമ്പനം ചെയ്യുമ്പോഴാണ് അവിടെ ശബ്ദം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി വിവിധ തരത്തിലുള്ള ചലനങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. ഓരോ ഉപകരണത്തിലെ ചലനങ്ങളും അവ പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയെന്നും തിരിച്ചറിയുക. ഒന്നെന്താണ്? സീസോയാണ്. അവിടെ ദോലനമാണ് ചലനം. അതെന്തിനാണ്? വിനോദത്തിനാണ് അല്ലെ. വിനോദമാണ് അവിടെ പ്രയോജനം എന്ന് പറയുന്നത്. ക്ലോക്കിലെ സൂചി അവിടെ വർത്തുള ചലനമാണ്, സമയം അറിയാൻ വേണ്ടിയാണ്. പമ്പരം ഭ്രമണ ചലനമാണ്, വിനോദത്തിന് വേണ്ടിയാണ്. വീണയിലെ കമ്പി കമ്പനമാണ്, ഇമ്പമുള്ള ശബ്ദമുണ്ടാക്കുകയാണത് ചെയ്യുന്നത്. ഇനി ചലനങ്ങൾ നമ്മുടെ ജീവിതത്തെ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് മനസ്സിലായി അല്ലേ. വിവിധതരം ചലനങ്ങളെ ഒരേ സമയം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അനുഭവങ്ങൾ പങ്കിടൂ. എന്തെങ്കിലും അത്തരത്തിലുള്ള ഉപകരണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. അടുത്ത അത്തരം ഉപകരണമായിട്ടുള്ള കളിപ്പാവയെ കുറിച്ചിട്ട്, കളിപ്പങ്കയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതൊരു കളിപ്പങ്ക നിർമ്മിക്കാം. അപ്പോൾ കളിപ്പങ്ക നിർമ്മിക്കാൻ ഐസ്ക്രീം ബോൾ, നൂല്, കുടക്കമ്പി 15 സെൻറ്റിമീറ്റർ നീളം, മുത്ത്, പെറ്റ് ബോട്ടിലെ സ്റ്റെൻസിൽ കട്ടർ അല്ലെങ്കിൽ പേപ്പർ കട്ടർ, ഈർക്കിളി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി പെറ്റ് ബോട്ടിലിൻ്റെ അടപ്പുള്ള ഭാഗം മുറിച്ച് ചിത്രത്തിൽ കാണുന്നത് പോലെ ഫാൻ ലീഫുകൾ നിർമ്മിക്കുക. ഓക്കെ, ഇനി ഐസ്ക്രീം ബോളിൻ്റെ അടപ്പിലും അടിയിലും ഒരു വശത്തും ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കുക. ഫാന് കുടക്കമ്പിയിൽ ഉറപ്പിക്കുക. കുടക്കമ്പിയുടെ മധ്യഭാഗത്ത് നൂല് കെട്ടി ഐസ്ക്രീം ബോളിൻ്റെ വശത്തെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വലിച്ചിടുക.
നൂലിൻ്റെ അഗ്രഭാഗത്ത് ഒരു ചെറിയ ഈർക്കിൽ കെട്ടുക. ഫാൻ ഉറപ്പിച്ച കുടക്കമ്പി ഐസ്ക്രീം ബോളിൻ്റെ അടപ്പിലെ ദ്വാരത്തിലൂടെ ബോളിനുള്ളിൽ കടത്തിവെക്കുക. നൂല് മുഴുവൻ കമ്പിയിൽ ചുറ്റുക. അതിനുശേഷം കമ്പിയുടെ അഗ്രഭാഗം ഐസ്ക്രീം ബോളിൻ്റെ അടിയിലുള്ള ദ്വാരത്തിലൂടെ ഇറക്കി വെക്കുക. തുടർന്ന് നൂലിൻ്റെ അഗ്രഭാഗം വലിച്ച് ഉപകരണം പ്രവർത്തിപ്പിക്കുക. ഈ ഉപകരണത്തിലെ ഓരോ ഭാഗവും നടക്കുന്ന ചലനങ്ങൾ നിരീക്ഷിക്കുക. ഫാനിൻ്റെയും ഐസ്ക്രീം ബോളിൻ്റെയും ഇടയിൽ മിനുസമുള്ള ഒരു മുത്ത് ചേർത്താൽ കറക്കം കൂടുതൽ സുഗമമായിരിക്കും. അപ്പോൾ കളിപ്പങ്കയുടെ വിവിധങ്ങളായ കമ്പി, ഫാന്, നൂല് എന്നിവയിൽ ഏതൊക്കെ തരത്തിലുള്ള ചലനമാണ് നടക്കുന്നത്? അവിടെ കുടക്കമ്പിയിൽ നടക്കുന്നത് ഭ്രമണ ചലനമാണ്. ഫാനിൻ്റെ ചലനം ഭ്രമണ ചലനമാണ്. നൂലിൻ്റെ ചലനം രേഖീയ ചലനമാണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നൂല് നമ്മൾ നേർരേഖയിൽ വലിക്കുകയാണ് ചെയ്യുന്നത്. മറ്റത് രണ്ടും എന്താണ്, ഭ്രമണ ചലനമാണ് അവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ചക്രങ്ങൾ ഉണ്ടാകുന്ന ചലനം എന്താണ്? ചക്രങ്ങൾ ചലിക്കുമ്പോൾ കാറിനുണ്ടാകുന്ന ചലനം എന്താണ്? അപ്പോൾ അവിടെ ചക്രങ്ങൾക്ക് ഭ്രമണ ചലനവും കാറിന് രേഖീയ ചലനമാണ് സംഭവിക്കുന്നത്. ഇനി ബലവും ചലനവും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു ചലിപ്പിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? മേശപ്പുറത്ത് ഒരു നോട്ട് പുസ്തകം വെക്കൂ. ഇതിനെ എങ്ങനെ ചലിപ്പിക്കാം? അതിനെ നമ്മളൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി, ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ തള്ളുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ ബലം പ്രയോഗിക്കുകയാണ് നമ്മളവിടെ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഒരു ഫുട്ബോൾ മത്സരത്തിൽ പന്തിൻ്റെ ചലനങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. പന്ത് ചലിക്കുന്നത് എങ്ങനെയാണ്? പന്തിന് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ, നമ്മൾ തട്ടുമ്പോഴാണ് ചലിക്കുന്നത്, അല്ലേ? അപ്പോൾ കാലുകൾ കൊണ്ട് ഓരോ കളിക്കാരനും പന്തിന്മേൽ പ്രയോഗിക്കുന്ന ബലത്തിനനുസരിച്ചാണ് പന്ത് ചലിക്കുന്നത്. ബലം പ്രയോഗിക്കുന്നതിനനുസരിച്ച് പലതരം ചലനങ്ങളല്ലേ പന്തിനുണ്ടാകുന്നത്? ആണ്. പതുക്കെ തട്ടിയാൽ പതുക്കെ ചലിക്കും. ഇനി നല്ല സ്ട്രോങ് ആയിട്ട് ഒരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ദൂരം പോകും, അല്ലേ? അപ്പോൾ ബലം പ്രയോഗിക്കുന്നതിനനുസരിച്ചാണ് ചലനം സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. പന്തിന്മേൽ പ്രയോഗിക്കുന്ന ബലത്തിനനുസരിച്ച് അത് എങ്ങനെയെല്ലാമാണ് ചലിക്കുന്നത് എന്ന് നിരീക്ഷിക്കാൻ താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. എന്താണ്? നമ്മൾ നോക്കൂ, ഇവിടെ ഓരോന്ന് നിങ്ങൾ നോക്കി. പതുക്കെ തട്ടുക, അതുപോലെ ഇത്രയും സ്ട്രോങ്ങിൽ തട്ടുക എന്നൊക്കെ ചെയ്തു നോക്കാം. അപ്പോൾ ഒരു കുട്ടി ഫുട്ബോൾ തറയിൽ വെച്ച് നേരെ തട്ടുന്നു. മറ്റൊരു കുട്ടി ബോൾ ശക്തിയോടെ തട്ടി അതിൻ്റെ ദിശ മാറ്റുന്നു. വേഗത്തിൽ വരുന്ന ഫുട്ബോൾ മറ്റൊരു കുട്ടി കിക്ക് ചെയ്ത് ഉയർത്തിയടിക്കുന്നു. വായുവിലൂടെയുള്ള അതിൻ്റെ ചലനം നിരീക്ഷിക്കും. ബലം പ്രയോഗിക്കുന്നതിലൂടെയുള്ള പന്തിന് വിവിധതരം ചലനങ്ങളാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓരോ സന്ദർഭത്തിലും പന്തിൻ്റെ ചലനങ്ങൾ ഏതൊക്കെ തരത്തിലാണെന്ന് ചർച്ച ചെയ്യും. പന്ത് ചലിപ്പിക്കാൻ മാത്രമല്ല ദിശ മാറ്റാനും നാം ബലം പ്രയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫുട്ബോളിന്റെ ചലനവും വേഗവും അതിൽ പ്രയോഗിക്കപ്പെട്ട ബലവും തമ്മിൽ എന്ത് ബന്ധമാണ് നിങ്ങൾ കണ്ടെത്തിയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക? ഇവിടെ കാലുകൾ കൊണ്ട് ഓരോ കളിക്കാരനും പന്തിന്മേൽ പ്രയോഗിക്കുന്ന ബലത്തിനനുസരിച്ച് പന്ത് ചലിക്കുന്ന ബലം എന്ന് പറയുന്നതും വ്യത്യാസമായിരിക്കും. ഓക്കെ, ഇനി നിശ്ചലാവസ്ഥയിലായിരിക്കാം എന്നുള്ളതാണ്. നിശ്ചലാവസ്ഥയിലാക്കാം. ഒരു കുട്ടി പന്ത് തറയിൽ ഉരുട്ടട്ടെ. പന്ത് നിശ്ചലമാകുമ്പോൾ മറ്റൊരു കുട്ടി ശ്രമിക്കട്ടെ. പന്ത് നിശ്ചലമാക്കാൻ കുട്ടി എന്താണ് പ്രയോഗിച്ചത്? ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കണം, അല്ലെ? ഒരു പന്ത് പോവുകയാണ്. ആ പന്തിനെ നമുക്ക് പിടിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അതിനെ ബലം പ്രയോഗിച്ച് അവിടെ പിടിച്ചു നിർത്തണം, അല്ലെ? അപ്പൊ അവിടെ എന്ത് വേണം? നമ്മൾ കൊടുക്കുന്ന ബലപ്രയോഗം അവിടെ ഉണ്ടായിരിക്കണം. ഇനി ബലവും ചലനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുവരെ ചർച്ച ചെയ്തത്? നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലാവസ്ഥയിലാക്കാനും ബലം പ്രയോഗിക്കണം. ചലിക്കുന്ന വസ്തുക്കളുടെ ചലന വേഗതയിൽ മാറ്റം വരുത്താനും ദിശ മാറ്റാനും ബലം പ്രയോഗിക്കണം, അല്ലെ? ഇപ്പൊ പന്തിനെ നമ്മൾ ചലിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കണം? ബലം കൊടുക്കണം. അതിനെ നിർത്താനും നമ്മൾ ബലം കൊടുക്കണം. ഇനി അതിന്റെ വേഗതയ്ക്ക് എന്താണ്? നമ്മൾ കൊടുക്കുന്ന ബലത്തിനനുസരിച്ച് വേണം അതിന്റെ വേഗത നിശ്ചയിക്കാൻ. ഇനി ചലനവും ആരോഗ്യവും എന്നുള്ളതാണ് അടുത്തത്. വിവിധതരം ചലനങ്ങളെ ആരോഗ്യ പരിപാലനത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ലേ? വ്യായാമം ചെയ്യുമ്പോൾ വിവിധതരം ചലനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? വിവിധ ചലനങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന വ്യായാമ മുറകൾ നിങ്ങളുടെ കായിക വിദ്യാഭ്യാസ പുസ്തകത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള ബലം കൊടുത്തുകൊണ്ട് ചെയ്യുന്നത്? ഫുട്ബോൾ, ക്രിക്കറ്റ്, ഇതൊക്കെ ഇത്തരത്തിലുള്ളത് തന്നെയാണ്, അല്ലേ? ബലം ഒരിടത്ത്, ചലനം മറ്റൊരിടത്ത്. ഒരിടത്ത് പ്രയോഗിക്കുന്ന ബലം മറ്റൊരിടത്ത് എത്തിച്ച് ചലനം സാധ്യമാക്കാമോ? അത്തരത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ ഉപകരണങ്ങളുണ്ടോ? ഉണ്ട്, അല്ലേ? സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ ചവിട്ടുന്ന ഭാഗത്തല്ല അതിൻ്റെ ബലം എന്ന് പറയുന്നത്. നമ്മളവിടെ കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ പെഡൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സൈക്കിളിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ അവിടെ നടക്കുന്നത്, പെഡലിൽ നടക്കുന്നത് എന്താണ്? ഭ്രമണ ചലനമാണ്. വലിയ പൽചക്രത്തിൽ നടക്കുന്നത് ഭ്രമണ ചലനമാണ്. ചെറിയ പൽചക്രവും ഭ്രമണ ചലനം തന്നെയാണ്.
ചെയിനിൽ നേർരേഖ വർത്തുള ചലനം ഇത് രണ്ടും നടക്കുന്നുണ്ട്. വീലുകളിൽ ഭ്രമണ ചലനം നേർരേഖ ചലനം ഇത് രണ്ടും നടക്കുന്നുണ്ട്. സൈക്കിൾ ചവിട്ടുമ്പോൾ പെഡലിലാണല്ലോ ബലം പ്രയോഗിക്കുന്നത്. പെഡലിൽ പ്രയോഗിക്കുന്ന ബലം ഏതു ഭാഗത്തെയാവും ചലിപ്പിക്കുന്നത്? ഏത് രണ്ട് ചക്രങ്ങളെയും തുടർന്ന് സൈക്കിളിന്റെയും ചലിപ്പിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ പെഡലിൽ ബലം പ്രയോഗിക്കുമ്പോൾ അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ചെയിൻ വഴി എത്തുന്നു. പെഡലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വലിയ ഗിയർ തിരിയുന്നു. അത് പിൻചക്രത്തിലെ ചെറിയ ഗിയറിനെ കറങ്ങാൻ പ്രേരിപ്പിക്കുന്നു. ഈ രീതിയിൽ ബലം പിൻചക്രത്തിലേക്ക് എത്തുന്നു. ഇത് സൈക്കിളിനെ ചലിപ്പിക്കുന്നു. അങ്ങനെയാണ് സൈക്കിളിൽ ചലിക്കുന്നത്. ഇനി ഒരിടത്ത് പ്രയോഗിക്കുന്ന ബലത്തെ മറ്റൊരിടത്ത് എത്തിച്ച് ചലനം സാധ്യമാക്കാൻ കഴിയുമെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലായി അല്ലേ? ബെൽറ്റ്, പൽചക്രം, ആക്സിൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ സംവിധാനങ്ങൾ വാഹനങ്ങളിലും ഉപകരണങ്ങളിലും ഇതിനായി പ്രയോജനപ്പെടുത്തുന്നു. ഇവ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രവർത്തനം നമുക്ക് ചെയ്തു നോക്കാം. എന്താണ് അതിനാവശ്യമായിട്ടുള്ള സാമഗ്രികൾ? മരപ്പലക 30x20 സെന്റിമീറ്റർ ഉള്ളത്, 4 പ്ലാസ്റ്റിക് അടപ്പുകൾ ഒരേ വലിപ്പമുള്ളതായിരിക്കണം, 2 ചെറിയ പ്ലാസ്റ്റിക് അടപ്പ്, വലിയ പ്ലാസ്റ്റിക് അടപ്പ് 1, ആണികൾ 4, റബ്ബർ പാൻറ് 3. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് ചിത്രത്തിൽ കാണുന്ന പോലെ മരപ്പലകയുടെ മുകളിൽ ഒരേ വലിപ്പമുള്ള പ്ലാസ്റ്റിക് അടപ്പുകളിൽ ഒന്ന് എ ആണി ഉപയോഗിച്ച് സ്വതന്ത്രമായി തിരിയുന്ന വിധത്തിൽ ഉറപ്പിക്കുക. മറ്റു 3 പ്ലാസ്റ്റിക് അടപ്പുകൾ അഥവാ BCD എന്ന് പേരും കൊടുക്കണം കേട്ടോ. ആണി ഉപയോഗിച്ച് സ്വതന്ത്രമായി തിരിയുന്ന രീതിയിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ ക്രമീകരിക്കുക. എയിൽ നിന്ന് നിശ്ചിത അകലം വരുന്ന രീതിയിലാണ് BCD എന്നിവ ക്രമീകരിക്കേണ്ടത്. ഈ റബ്ബർ പാൻറ് എയിൽ നിന്ന് ബിയിലേക്ക് ക്രമീകരിച്ച് എ എന്ന അടപ്പ് കറക്കുക. ഓക്കെ, അപ്പൊ ഈ അടപ്പാണ് നമ്മൾ കറക്കി കൊടുക്കേണ്ടത്. ഏതടപ്പ്? ഈ അടപ്പാണ് നമ്മൾ കറക്കി കൊടുക്കേണ്ടത്. എന്നിട്ട് എന്ത് സംഭവിക്കും? ബി എന്ന അടപ്പും ആ സമയത്ത് കറങ്ങും അല്ലെ? ഇതുപോലെ റബ്ബർ പാൻറ് സിയിലേക്കും ഡിയിലേക്കും ക്രമീകരിച്ച് പ്രവർത്തനം ആവർത്തിക്കും. ഓരോ സന്ദർഭത്തിലും BCD എന്നീ അടപ്പുകൾക്ക് ഉണ്ടാവുന്ന ഭ്രമണചലത്തിന്റെ വേഗം താരതമ്യം ചെയ്യൂ. ഏതിനാണ് വേഗം കൂടുതൽ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് 4 അടപ്പുകളാണല്ലേ. അപ്പോൾ അതിൽ എ എന്നുള്ളത് നമ്മൾ കറക്കാൻ ഉപയോഗിക്കുന്നു. സിയിൽ ഒരു പ്രാവശ്യം കറങ്ങാണ് ചെയ്യുക. ബിയിൽ 1 തവണ കൂടുതൽ മാത്രമേ കറങ്ങുന്നുള്ളൂ. ഡിയിലാണെങ്കിൽ 1ലധികം കറങ്ങുന്നത് നമുക്ക് കാണാനും സാധിക്കും. അപ്പോൾ വലിയ ചക്രം ഉപയോഗിച്ച് ചെറിയ ചക്രം കറങ്ങുമ്പോൾ വേഗം കൂടുമെന്നും ചെറിയ ചക്രത്തെ ഉപയോഗിച്ച് വലിയ ചക്രം കറക്കുമ്പോൾ വേഗം കുറയുമെന്നും മനസ്സിലാക്കിയല്ലോ. ഇതിന് സമാനമായ രീതിയിലാണ് വാഹനങ്ങളിൽ പൽചക്രങ്ങൾ ഉപയോഗിക്കുന്നത്. സൈക്കിളിലും വലിയ പൽചക്രം ഉപയോഗിച്ച് ചെറിയ പൽചക്രം കറക്കുകയല്ലേ ചെയ്യുന്നത്. ശരിയാണല്ലേ? അപ്പൊ ഇതാണ് പൽചക്രം എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന് ABCD എന്ന് നിങ്ങൾ ഒന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കൂ. അപ്പൊ എങ്ങനെയാണ് കറങ്ങുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ വാഹനങ്ങൾ, യന്ത്രോപകരണങ്ങൾ എന്നിവയുടെ പ്രവർത്തനത്തിന് പൽചക്രങ്ങൾ അഥവാ ഗിയേഴ്സ് ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണെന്ന് മനസ്സിലായി. പൽചക്ര സംവിധാനത്തിൽ പൊതുവെ വ്യത്യസ്ത വലിപ്പത്തിലുള്ള ചക്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. വേഗം കൂട്ടാനും കുറക്കാനുമാണ് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. താഴെ പറയുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. വേഗം കുറക്കാൻ ഏത് സംവിധാനമാണ് ഉപയോഗിക്കേണ്ടത്? ഏതാണ്? ചിത്രം A ആണല്ലേ. വേഗം കൂട്ടാൻ വേണ്ടി ചിത്രം Bയും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ചലനാത്മകമായ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എല്ലാ ശാരീരിക പ്രക്രിയയിലും ഏതെങ്കിലും തരത്തിലുള്ള ചലനങ്ങൾ ഉൾക്കൊള്ളുന്നു. ചലനം വേഗത്തിലോ സാവധാനമോ ആകാം. വസ്തുക്കളെ ചലിപ്പിക്കാനും ദിശ മാറ്റാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കണമെന്ന് നിങ്ങൾ പഠിച്ചുവല്ലോ. ഒരിടത്ത് പ്രയോഗിക്കുന്ന ബലത്തെ മറ്റൊരിടത്തേക്ക് എത്തിച്ച് ചലനം സാധ്യമാക്കുന്നത് എങ്ങനെയെന്നും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അപ്പൊ ചലനം, ബലം എന്നിവയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കാറുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഇപ്പം നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയുമാണ് പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വിലയിരുത്താൻ പ്രവർത്തനം നോക്കാം. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? തെറ്റായവ കണ്ടെത്തി എഴുതുക. ഒരു വസ്തുവിൻ്റെ ചലനവേഗം വർദ്ധിപ്പിക്കുന്നതിനും കുറക്കുന്നതിനും ബലം പ്രയോഗിക്കണം എന്ന് പറയുന്നു. അപ്പോൾ അത് ശരിയാണോ? അത് ശരിയായിട്ടുള്ള കാര്യമാണ്. വേഗം കൂട്ടുന്നതിനും മാത്രമാണ് പൽചക്രം ഉപയോഗിക്കുന്നത്. വേഗം കൂട്ടുന്നതിന് മാത്രമാണോ? അല്ല, വേഗം കൂട്ടുവാനും കുറക്കാനും, കൂട്ടുന്നതിനും കുറക്കുന്നതിനും. പൽചക്രങ്ങളാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ല. എന്താണ് ഉപയോഗിക്കുന്നത്? ഗിയറുകൾ. ഓക്കെ, അപ്പോൾ ഗിയറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഭൂമിയിൽ നിശ്ചലമാണെന്ന് കരുതുന്ന എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നുണ്ട്. ശരിയാണല്ലേ? ക്ലോക്കിലെ സൂചി തിരിയുന്നത് നേർരേഖാ ചലനമാണ്. നേർരേഖാ ചലനമാണോ? അല്ല. എന്ത് ചലനമാണ്? വർത്തുള ചലനമാണ്. വർത്തുള ചലനം.
ഓക്കെ, ഇനി തന്നിരിക്കുന്ന ചലനങ്ങൾ പരിശോധിക്കൂ. ഇവയിൽ ഏതെങ്കിലും ചലനം വ്യത്യസ്തമായതുണ്ടോ? എന്തുകൊണ്ട്? ഊഞ്ഞാലിലെ ചലനം, തൊട്ടിയിലെ ചലനം, ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ട്യൂണിംഗ് ഫോർക്കിലെ ഭുജങ്ങളുടെ ചലനം. ഇതിൽ ഊഞ്ഞാലുകളുടെ ചലനം എന്താണ്? ദോലനമാണ്. തൊട്ടിലിന്റെ ചലനം ദോലനമാണ്. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം ദോലനമാണ്. ട്യൂണിംഗ് ഫോർക്കിലെ ഭുജങ്ങളുടെ ചലനം എന്താണ്? കമ്പനമാണ്. അപ്പൊ ട്യൂണിംഗ് ഫോർക്കിലെ ഭുജങ്ങളുടെ ചലനം കമ്പനിയല്ല, കമ്പനമാണ്. ബാക്കിയുള്ളതെല്ലാം ദോലന ചലനവുമാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. മൂന്നാമത്തേത്, സ്കെയിൽ ഉപയോഗിച്ച് നേർരേഖ വരക്കുന്നു. ആ സമയത്ത് പേനയുടെ ചലനത്തിന് സമാനമായ ചലനം താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? അപ്പോൾ ഇവിടെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ വരക്കുക. അപ്പോൾ പേനയുടെ ചലനം എങ്ങനെയുള്ളതായിരിക്കും? നേർരേഖാ ചലനമായിരിക്കും അല്ലേ. അപ്പോൾ വാഹനങ്ങളുടെ വൈപ്പറിൻ്റെ ചലനം അതെന്താണ്? വർത്തുള ചലനമാണ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് പോണത്. ഇനി വൃത്തം വരക്കുമ്പോൾ കോമ്പസിൻ്റെ ചലനം ദോലന ചലനമാണ് അല്ലേ. അതുപോലെ ലിഫ്റ്റിന്റെ ചലനം എന്ന് പറയുന്നത് നേർരേഖാ ചലനമാണ്. അപ്പോൾ ഇവിടെ സ്കെയിൽ ഉപയോഗിച്ച് വരക്കുമ്പോൾ അവിടെ എന്താണ്? പെൻസിലിന്റെ ചലനം നേർരേഖാ ചലനമാണ് അല്ലേ. അപ്പോൾ അവിടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ലിഫ്റ്റിന്റെ ചലനം എന്നുള്ള ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. തുടർ പ്രവർത്തനങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അടുത്ത പാഠഭാഗം 9ാമത്തെ പാഠഭാഗം അവസാനത്തെ പാഠമാണ്. മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി എന്ന് പറയുന്നതാണ്. നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.